ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സിൻസിയർ ഹോം വേൾഡ്, എടപ്പാൾ റോഡ്, ചങ്ങരംകുളം 7034201020. റേഹാൻ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ, തിരൂർ. എംപയർ കോളേജ് ഓഫ് സയൻസ്, കുറ്റിപ്പുറം. ഏഷ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, യുണൈറ്റഡ് കോംപ്ലക്സ്, മാറഞ്ചേരി. ഓൾസോ അറ്റ് ഏഷ്യൻ മാൾ, നടുവട്ടം, സിറ്റി സെന്റർ, കൂറ്റനാട്. കേരള വിഷന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും അസ്സലാമു അലൈക്കും. റംസാൻ നിലാവൊളി ഇസ്ലാമിക് ക്വിസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സിൻസിയർ ഹോം വേൾഡിനോടൊപ്പം കേരള വിഷൻ ഒരുക്കുന്ന ഈ പരിപാടിയിലേക്ക് ഒരുപാട് പ്രേക്ഷകർ തുടരെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പല പ്രേക്ഷകർക്കും പരാതികളുണ്ട്, കാരണം നമുക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല, കോൾ എൻഗേജ്ഡ് ആണെന്നുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഓൺലൈനിലും ടി വിയിലും നൽകിയിട്ടുള്ള സമയക്രമം പാലിച്ചുകൊണ്ട് ആ ഒരു മുറയ്ക്ക് മാത്രം പ്രേക്ഷകർ വിളിക്കാൻ ശ്രമിക്കുക. അല്ലാത്ത സമയങ്ങളിൽ നമ്മൾ വിളിക്കുമ്പോൾ അൺഅവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൻ്റെ കണ്ടീഷൻസ് ഒക്കെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. 3 ചോദ്യങ്ങളാണ് ചോദിക്കുക. ആദ്യത്തെ ചോദ്യത്തിന് 3 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. രണ്ടാമത്തെ ചോദ്യത്തിന് ക്ലൂ ആണ് ഉണ്ടാവുക. മൂന്നാമത്തെ ചോദ്യം സമ്മാന ചോദ്യം ആയതുകൊണ്ട് തന്നെ ഇവ രണ്ടും ഉണ്ടായിരിക്കില്ല. എങ്കിലും ഇവയെല്ലാം പാലിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള ഉത്തരം പറയുന്നവർക്ക് സിൻസിയർ ഹോം വേൾഡിൻ്റെ നല്ലൊരു സമ്മാനം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ നൽകുന്ന ഈ അകമഴിഞ്ഞ സ്നേഹത്തിന് ഞങ്ങൾ ഒരുപാട് കടപ്പെട്ടവരായിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ കോളർ ലൈനിലുണ്ട്. അതാരാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും. കേരള വിഷൻ സിൻസിയർ ഹോം വേൾഡ് ഇസ്ലാമിക് ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? സൽമ. ഇത്ത എവിടെയാണ് സ്ഥലം? കോട്ടക്കല്. നമ്മുടെ പരിപാടി കാണാറുണ്ടോ സ്ഥിരമായിട്ട്? അതിന് മുന്നേ വിളിച്ചിട്ടുണ്ടോ? ആദ്യമായിട്ടാണ്. പിന്നെ എന്തൊക്കെയാണ് നോമ്പിന്റെ വിശേഷങ്ങളൊക്കെ? ആദ്യത്തെ 10 മുഴുവനും എടുക്കാൻ പറ്റിയോ? ഓക്കെ. അപ്പോ എന്താണ്, മഴയൊക്കെ കിട്ടിയോ? ഇന്നലെ ഇതിന്റെ ഇടയ്ക്ക് ഒരു മഴയൊക്കെ ഉണ്ടായി ചെറുതായിട്ടാ. അപ്പൊ ചൂടിന് ചെറിയൊരു കുറവൊക്കെ ഉണ്ടാവും അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മുടെ പരിപാടിനെ കുറിച്ചൊക്കെ അറിയാലോ. 3 ചോദ്യങ്ങളാണ്. 3നും ശരി ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ സിൻസിയർ ഹോം വേൾഡിന്റെ നല്ലൊരു സമ്മാനം ഉണ്ടായിരിക്കും. അപ്പൊ ഇൻഷാ അല്ലാഹ് സമ്മാനം അടിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ. അപ്പൊ എന്നാ നമുക്ക് ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ. സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ഒറ്റയ്ക്കാണോ? മോളുണ്ട്. ഓക്കെ. അപ്പൊ എന്നാല് ഞാൻ ആദ്യത്തെ സിമ്പിൾ ഒരു ചോദ്യം ചോദിക്കാം. ഓക്കെ. അപ്പോൾ ചോദ്യം ഇതാണ്: അസാസുൽ ഖുർആൻ എന്നറിയപ്പെടുന്ന ഖുർആനിലെ ഒരു സൂറത്ത് ഏതാണ്? അസാസുൽ ഖുർആൻ അഥവാ അതിൻ്റെ ഒരു അർത്ഥം മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഖുർആൻ്റെ അടിസ്ഥാനം എന്ന് പറയപ്പെടുന്ന സൂറത്ത് ഏതാണ്? ഇതിന് 3 ചോദ്യം മനസ്സിലായോ? ഖുർആന്റെ അടിസ്ഥാനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സൂറത്ത് ഏതാണ്? 3 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ സൂറത്തുൽ കഹ്ഫ്, ഓപ്ഷൻ ബി സൂറത്തുൽ ഫാത്തിഹ, ഓപ്ഷൻ സി സൂറത്തുൽ യാസീൻ. ഇതിലേതാണ് അസാസുൽ ഖുർആൻ എന്നറിയപ്പെടുന്ന സൂറത്ത്? ഖുർആന്റെ അടിസ്ഥാനം അഥവാ പ്രധാനപ്പെട്ടത് എന്നൊക്കെ വിശേഷിപ്പിക്കാം. ഓപ്ഷൻസ് ഒന്നുകൂടെ പറയണോ? ഓപ്ഷൻ എ സൂറത്തുൽ കഹ്ഫ്, ഓപ്ഷൻ ബി സൂറത്തുൽ ഫാത്തിഹ, ഓപ്ഷൻ സി സൂറത്തുൽ യാസീൻ. പെട്ടെന്ന് പറയണ, നമുക്കിനി 2 ചോദ്യം കൂടെ ബാക്കി. ഉറപ്പുണ്ടോ? സൂറത്തുൽ ഫാത്തിഹ ഉറപ്പാണോ? ഞാൻ എന്നാലും ഉറപ്പിക്കട്ടെ. തെറ്റിപ്പോയ കുഴപ്പമുണ്ടോ? വിഷമാവോ? ചിരിയിൽ വിഷമാവെന്ന് തോന്നുന്നുണ്ട്, പക്ഷെ വിഷമിക്കണ്ട, ഉത്തരം ശരിയാണ്. ഓക്കെ, സന്തോഷമായില്ല. പിന്നെ 2 ചോദ്യം കൂടെ ഉണ്ട്. അതും ഇതേപോലെ തെറ്റിക്കാതെ പറഞ്ഞു കഴിഞ്ഞാൽ സിൻസിയർ ഹോം വേൾഡിന്റെ അടിപൊളി ഒരു സമ്മാനം ഉണ്ടാവും.
രണ്ടാമത്തെ ചോദ്യത്തിന്റെ പ്രശ്നം ഓപ്ഷൻസ് ഉണ്ടാവില്ല, ചെറിയൊരു ക്ലൂ മാത്രമേ ഞാൻ തരുള്ളൂ. ഓക്കെ, അപ്പൊ ആ സമയത്ത് മോളെടുത്ത് ചോദിക്കാം, അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചിട്ടൊക്കെ പറഞ്ഞാൽ മതി. പക്ഷെ രണ്ടാമത്തെ ചോദ്യം അത്ര ടഫുള്ള ചോദ്യമൊന്നും അല്ല, ഇതൊക്കെ അറിയാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ചോദ്യം ഇതാണ്: ലോകത്തിലെ ആദ്യത്തെ കപ്പൽ നിർമ്മിച്ചത് ഒരു പ്രവാചകനാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് ഈ കപ്പൽ നിർമ്മിച്ചത്. ഏത് പ്രവാചകനാണ് ഇങ്ങനെ ഒരു കപ്പൽ നിർമ്മിച്ചത്? ആ പ്രവാചകന്റെ പേരാണ് പറയേണ്ടത്. ചോദ്യം മനസ്സിലായോ? ഏത് പ്രവാചകനാണ് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം കപ്പൽ നിർമ്മിച്ചത്? അല്ലേ? ഒരു ശരിയാണോ? നൂഹ് നബി ആണ്. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ, നൂഹ് നബി തന്നെയാണ് ഉത്തരം. ശരിയാണ്. അപ്പൊ ഇത്താക്കി രണ്ട് ചോദ്യവും വളരെ സിമ്പിൾ ആയി പോയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെയാണോ? ആണല്ലേ? ഓക്കെ. അപ്പൊ കഥയൊക്കെ അറിയാലോ, നൂഹ് നബിന്റെ കപ്പലിന്റെ കഥയൊക്കെ. നമ്മൾ ചെറുതാകുമ്പോ തന്നെ നമ്മൾ പഠിച്ച കഥയൊക്കെയാണ്. അപ്പോ ഇനിയുള്ളത് നമ്മുടെ മൂന്നാമത്തെ ചോദ്യമാണ്. മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻസും ഉണ്ടാവില്ല, ക്ലൂ ഉണ്ടാവില്ല. ഇത്ത ആലോചിച്ച് ഉത്തരം പറഞ്ഞാൽ മതി. അപ്പൊ രണ്ടെണ്ണം ശരിയായതുകൊണ്ട് തന്നെ മൂന്നാമത്തതും ശരിയാക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. മൂന്നാമത്തെ ചോദ്യം എന്നാ ഞാൻ ചോദിച്ചാലോ? ഓക്കെ, മൂന്നാമത്തെ ചോദ്യം ഇതാണ്: ഖലീലുള്ള അഥവാ അള്ളാഹുവിന്റെ കൂട്ടുകാരൻ എന്നറിയപ്പെടുന്ന പ്രവാചകൻ ആരാണ്? ചോദ്യം ക്ലിയർ ആണല്ലോ? അള്ളാഹുവിന്റെ കൂട്ടുകാരൻ എന്നറിയപ്പെടുന്ന പ്രവാചകൻ ആരാണ്? ഇതിന് സമയം കുറവാണ്, പെട്ടെന്ന് പറയണം കേട്ടോ. ഇബ്രാഹിം നബി. ശരിയായിരിക്കോ? ഇതും കൂടെ ശരിയാക്കിയാല് ഇത്താക്ക് സമ്മാനം ഉണ്ടായിരിക്കും. ശരി നയിക്കാരം. ഇത് നല്ല രസമാണ്. എൻ്റെ നാട് ശരിക്കും കോഴിക്കോടാണ്. അപ്പോൾ ഈ നമ്മളെ മലപ്പുറംകാരുടെ ഈ ഐക്കാരം കേൾക്കാൻ നല്ല രസമാണ്. ഞങ്ങളെ നാട്ടിൽ ഐക്യം എന്നാണ് പറയാ. എന്തായാലും ഇബ്രാഹിം നബി ആയിരിക്കും എന്ന് നമ്മൾ വിചാരിക്കട്ടെ. അപ്പോൾ തെറ്റിപ്പോയി കഴിഞ്ഞാൽ വിഷമമൊന്നും വിചാരിക്കരുത്. കാരണം ആദ്യത്തെ രണ്ട് ചോദ്യങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഉത്തരം പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തതും ഉത്തരം എന്തായിരിക്കും? ശരിയാണോ? എന്നോട് ഉറപ്പുണ്ടോ? ഉണ്ട്. എന്നാ ഞാനായിട്ട് ആ ഉറപ്പ് തെറ്റിക്കണില്ല. ഉത്തരം ശരിയാണ്. അപ്പൊ നമ്മുടെ ആദ്യത്തെ കോളറാണ് ഇന്ന് ഇത്ത. അപ്പൊ ഫസ്റ്റ് കോളിൽ തന്നെ 3 ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് സമ്മാനം അടിച്ചെടുത്തിരിക്കുകയാണ്. സന്തോഷമായില്ല? അപ്പോ ഓക്കെ. അപ്പൊ ആദ്യം വിളിച്ചപ്പോ ഉണ്ടായിരുന്ന ആ സങ്കടവും ആ ടെൻഷനൊക്കെ മാറി ഇപ്പൊ വിജയി ആയിരിക്കുകയാണ്. അപ്പൊ വിജയുടെ ആ സന്തോഷം ഞങ്ങളെ പ്രേക്ഷകരോട് എങ്ങനെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്? അപ്പൊ ഇനി എന്ത് ചെയ്യാ, വീണ്ടും വിളിക്കാം. അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ എന്തായാലും ഇനിയും വിളിക്കാലോ. അപ്പോ തിരക്കുണ്ടായിരിക്കും പലപ്പോഴും. ഒരുപാട് പേര് വിളിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, സാങ്കേതിക പ്രശ്നം കൊണ്ട് ചിലപ്പോൾ കോൾ എടുക്കാനൊക്കെ പ്രയാസം ഉണ്ടാവും. എന്നാലും എന്ത് ചെയ്യാം, ട്രൈ ചെയ്യാം. അപ്പോൾ ഫാമിലിയും സുഹൃത്തുക്കളോടൊക്കെ പരിപാടി കാണാൻ വേണ്ടിയിട്ട് പറയാം. ഓക്കെ. അപ്പൊ എന്തായാലും പേര് സെഫിയ എന്നല്ലേ? സൽമ. ഓക്കെ. അപ്പോൾ സ്ഥലം എവിടെയായിരുന്നു പറഞ്ഞത്? കോട്ടക്കൽ. അപ്പോൾ കോട്ടക്കലിൽ നിന്ന് വിളിച്ച സൽമത്താക്കാണ് അപ്പോൾ ഇന്നത്തെ സമ്മാനം അടിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വീണ്ടും വിളിക്കുക, പരിപാടി എന്തായാലും കാണാം. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ശരി എന്നാ, അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. കേരള വിഷൻ സിൻസിയർ ഹോം വേൾഡ് ഇസ്ലാമിക് കിസിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ഇത് എവിടുന്നാ വിളിക്കുന്നത്? സ്ഥലം എവിടെയാ? പാലക്കാട് ജില്ല, കോട്ടപ്പുറം എന്ന് പറയും. ഓഹോ, പാലക്കാട്. പിന്നെ എന്തൊക്കെയാണ് നമ്മുടെ പരിപാടിയൊക്കെ കാണാറുണ്ടോ? ഇന്നലെ മുതലേ കണ്ടത്. ഇന്നലെ മുതല്. അപ്പൊ ഇന്ന് എന്നെ വിളിക്കണം എന്ന് തോന്നി.
സമ്മാനം കിട്ടുമോ? നോക്കാം. പിന്നെ എന്തൊക്കെയാണ് നാട്ടിൽ മഴയൊക്കെ ഉണ്ടോ? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ എന്തൊക്കെയാ വിശേഷം? വീട്ടില് ഹസ്ബൻഡും മക്കളും ഉണ്ട്. നല്ല വിശേഷം. ഓക്കെ. മക്കള് പഠിക്കാണോ? ഒരാളെ പഠിക്കണുള്ളൂ. ഓക്കെ. പിന്നെ പരിപാടിനെ കുറിച്ചൊക്കെ അറിയാലോ. 3 ചോദ്യമാണ്. 3 ചോദ്യത്തിനും സമ്മാനം 3 ചോദ്യത്തിന് ശരി ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ സമ്മാനം ഉണ്ടായിരിക്കും. അപ്പൊ നോക്കല്ലേ? അപ്പൊ ആദ്യത്തെ ചോദ്യത്തിന് ഓപ്ഷൻസ് ഉണ്ടാവും, രണ്ടാമത്തതിന് ചെറിയൊരു ക്ലൂ ഉണ്ടാവും, മൂന്നാമത്തതിന് ഓപ്ഷനോ ക്ലൂവോ ഉണ്ടായിരിക്കില്ല. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തേക്ക് പോവാം. ചോദ്യം ഇതാണ്: ഖുർആനിലെ പല സൂറത്തുകൾക്കും ഒന്നിലധികം പേരുകളുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ സൂറത്തുൽ മസദിന്റെ മറ്റൊരു പേരാണ് സൂറത്തുൽ ലഹബ്. ചോദ്യം: സൂറത്തുൽ മുൽക്ക് എന്ന അധ്യായത്തിന്റെ വേറൊരു പേര് എന്താണ്? സൂറത്തുൽ മുൽക്ക് എന്ന സൂറത്തിന്റെ മറ്റൊരു പേര്. ഞാൻ ഓപ്ഷൻസ് പറയാം. ഓപ്ഷൻ എ വാക്കിയ, ഓപ്ഷൻ ബി ഫലക്ക്, ഓപ്ഷൻ സി ബക്കറ. വാക്കിയ, ഫലക്ക്, ബക്കറ. വാക്കിയ ഉറപ്പാണോ? ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത്ത പറഞ്ഞിട്ടുള്ള വാക്കിയ എന്നുള്ള ഉത്തരം ശരിയാണ്. ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം ശരിയാണ്. ഓക്കെ. അപ്പൊ സന്തോഷമൊന്നുമില്ലല്ലോ, എന്താണ്, ടെൻഷനാണോ? ഇല്ല. ബാക്കി 2 കൂടെ ശരിയാക്കിയാലേ സന്തോഷാവുള്ളൂ എന്നാണോ? ഓക്കെ. മക്കള് പിന്നെ പഠിക്കുകയാണെന്ന് പറഞ്ഞല്ലോ, ഏത് ക്ലാസ്സിലാ പഠിക്കണേ? 9ാം ക്ലാസ്. അപ്പൊ ഇപ്പൊ എക്സാമിന്റെ ഒക്കെ ഒരു സമയമായിരിക്കും. ഓക്കെ. അപ്പൊ ഇനി എന്നാല് നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം ഇതാണ്: പരലോകത്ത് വെച്ച് മനുഷ്യരുടെ കർമ്മങ്ങളെ കുറിച്ചെല്ലാം ദൈവം ചോദ്യം ചെയ്യപ്പെടും എന്ന് പറയുന്നു. എങ്കിൽ ആദ്യമായി വിശ്വാസികളോട് ചോദ്യം ചെയ്യപ്പെടുന്ന കർമ്മം ഏതാണ്? നിസ്കാരം. ഉറപ്പാണോ? നിസ്കാരം ആയിരിക്കും എന്നുള്ള ഉറപ്പാണോ? നോമ്പുണ്ട്, സക്കാത്ത് ഉണ്ട്, അതൊക്കെ ആവോ? അതിലേതെങ്കിലും ആവാൻ സാധ്യത ഉണ്ടോ? ഇതിന് ഇപ്പൊ നമ്മൾ പറയുന്ന ഇത്ത പറഞ്ഞ പോലെ തന്നെയുള്ള നമ്മൾ വിശ്വാസികൾ ചെയ്യണം എന്ന് നിർബന്ധമുള്ള ഒരു കർമ്മത്തിനെ കുറിച്ചിട്ടാണ്. ഇത് ഓപ്ഷന് മാത്രമേ ഉള്ളൂ, ഇതിന് ക്ലൂ ഉണ്ടാവില്ല. അപ്പൊ ഇത്തപ്പം പറഞ്ഞത് നിസ്കാരമാണ്. പക്ഷെ അതാണോ ആദ്യമായിട്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ആദ്യമായിട്ട് ചോദ്യം ചെയ്യപ്പെടുക ഈ ഒരു കാര്യത്തിനെ കുറിച്ചായിരിക്കും. അപ്പൊ ഇത്ത പറഞ്ഞിട്ടുള്ളത് നിസ്കാരം എന്നാണ്. ഉറപ്പിക്കട്ടെ? സംശയായോ? ഇല്ല, സംശയിക്കണ്ട. അപ്പൊ എന്നാലും ഞാനിത് ഉറപ്പാക്കാം. സംശയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പറഞ്ഞ ഉത്തരം ശരിയാണ്. ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് തിരിച്ചു ചോദിച്ചെന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഉത്തരം ശരിയാണ്. നിസ്കാരത്തിനെ കുറിച്ചിട്ട് തന്നെയാണ് ആദ്യമായിട്ട് വിശ്വാസികളോട് ചോദ്യം ചെയ്യപ്പെടുക. അപ്പൊ നമ്മൾ ഓൾറെഡി നമുക്ക് അറിയാലോ, നിസ്കാരം ഒഴിവാക്കിയാലൊക്കെയുള്ള ശിക്ഷകളെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് ഹദീസുകളിലും സൂറത്തുകളിലൊക്കെ പറയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇനി സംശയത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചു നോക്കിയതാണ്, നോമ്പാണോ സക്കാത്താവോ എന്നൊക്കെ കേട്ടോ. ഓക്കെ. അപ്പൊ എന്തായാലും അതിൽ നിന്ന് മാറിയില്ല, കൃത്യമായിട്ട് അതിൽ തന്നെ ഉറച്ചൊന്നു. അപ്പൊ എന്തായാലും ഇനി മൂന്നാമത്തെ ചോദ്യമാണ്. മൂന്നാമത്തെ ചോദ്യത്തിന് നമുക്ക് ക്ലൂവോ പിന്നെ ഓപ്ഷൻസോ ഒന്നും ഉണ്ടാവില്ല. ഞാൻ ജസ്റ്റ് ചോദ്യം മാത്രമേ പറയുള്ളൂ. അപ്പോൾ അതിന് എന്ത് ചെയ്യാം, മാക്സിമം ഉത്തരം ശരിയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ചോദ്യം ഇതാണ്: അള്ളാഹുവിന്റെ സിംഹം എന്നറിയപ്പെട്ടിരുന്ന സ്വഹാബി ആരാണ്? ഓക്കെ. ഉറപ്പാണോ? ഇതിൽ അങ്ങനെ പ്രത്യേകിച്ചൊരു ഉറപ്പിക്കാതിരിക്കാനില്ല. ഇതിനു മുന്നേ അറിയോ ഉത്തരം? ആയിരിക്കും ഉറപ്പുണ്ടോ? ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ് ഞാൻ, അതുകൊണ്ട് എനിക്ക് തെറ്റിപ്പോവില്ല. ഉറപ്പാണ്, ഞാൻ താരീഖിൽ പഠിച്ചതാണ്. ഓക്കെ. അപ്പൊ എന്തായാലും താരീഖിൽ പഠിച്ചത് എന്തായാലും തെറ്റിപ്പോയിട്ടില്ല. ഉത്തരം ശരിയാണ്.
ധീരന്മാരുടെ നേതാവ് എന്നറിയപ്പെടുന്ന ഇസ്ലാമിക ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച യോദ്ധാക്കളിൽ ഒരാളായിട്ടുള്ള ഹംസ റളിയല്ലാഹു അൻഹു ആണ്. ശരിയായിട്ടുള്ള ഉത്തരമാണ്. അപ്പോൾ എന്തായാലും 3 ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. ഉത്തരം ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനു മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്ന കോളർക്കും ഇതേപോലെ തന്നെ ഉത്തരം പറയാൻ പറ്റി. അപ്പോൾ രണ്ടാമത്തെ കോളറാണ് ഇത്ത. അപ്പോൾ ഇത്തയ്ക്കും സമ്മാനം ലഭിച്ചിരിക്കുകയാണ്. പേരൊന്നുകൂടെ പറയോ? മറിയ. സ്ഥലം എന്നാ? കോട്ടപ്പുറം. ഓക്കെ. അപ്പോൾ എന്തായാലും വിളിച്ചതിൽ സന്തോഷം. ഇന്ന് ആരെങ്കിലും ഹെൽപ്പ് ഉണ്ടായിരുന്നോ? മോളുടെ ആരെങ്കിലും ഹെൽപ്പ് ഉണ്ടായോ? ആരെ ഹെൽപ്പ് എനിക്ക് ആവശ്യമില്ല, എനിക്കറിയാം. ഓക്കെ. അപ്പൊ എന്തായാലും വീണ്ടും വിളിക്കാം, കുഴപ്പമൊന്നുമില്ല. പരിപാടി സ്ഥിരമായിട്ട് കാണുക. അപ്പൊ സമയമുള്ള സമയത്ത് വിളിക്കുക. നമ്മൾ സമയത്തിനെ കുറിച്ചിട്ട് കേരള വിഷനിൽ സ്ക്രോൾ അയക്കും. അപ്പൊ ആ സമയത്ത് വിളിച്ചാൽ മതി, സമയം ഏതാണ് വിളിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട്. അപ്പൊ ആ സമയത്ത് വിളിക്കുക. അപ്പോൾ ഇനിയും വിളിക്കുമ്പോൾ എന്തായാലും സമ്മാനം വാങ്ങിക്കും എന്നുള്ള ഒരു ഉറപ്പിലാണ് ചോദിച്ചതല്ലേ. ഇനിയും വിളിക്കാൻ പറ്റുമോന്ന്? ഓക്കെ. അപ്പൊ എന്തായാലും ഇനിയും വിളിക്കുക, സമ്മാനം കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും വിളിച്ചതിന് ഒരുപാട് സന്തോഷം. ഓക്കെ, ശരി. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. കേരള വിഷൻ സിൻസിയർ ഹോം വേൾഡ് ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? പേരൊന്നുകൂടെ പറയോ? റഷീദ. ആ, ഓക്കെ. എവിടുന്നാണ്? സ്ഥലം എവിടെയാണ്? കരുളായി. പിന്നെ എന്തൊക്കെയാണ് വിശേഷം? സുഖമായിട്ട് പോണു. അതെ. പിന്നെ എന്താണ്, ഡ്രസ് എടുക്കൽ പരിപാടികളൊക്കെ തുടങ്ങിയോ? ഒക്കെ രണ്ടാമത്തെ 10 കഴിഞ്ഞിട്ടേ ഉള്ളൂ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? മക്കളൊക്കെ? ആ, മോന് പഠിക്കാണോ? ചെറിയ മോനാണോ? ഡിഗ്രി. ഓക്കെ. അപ്പൊ പരീക്ഷകളൊക്കെ കഴിഞ്ഞോ? പരീക്ഷയ്ക്കുള്ള പ്രിപ്പറേഷനിലൊക്കെ ആയിരിക്കും അല്ലേ? ആഹാ. പഠിക്കോ? പഠിക്കാനൊക്കെ ഇഷ്ടാണോ? ഓക്കെ. എന്നാലും കുഴപ്പമില്ല, പാസ്സാവും. ഓക്കെ. ആഹാ. മടി തുടങ്ങണതിന് മുന്നേ വേഗം പിടിച്ചാ മതി അല്ലേ? പരിപാടി കാണാറുണ്ടോ? ടെലിക്വിസ്. റംസാൻ ടെലിക്വിസ് അല്ല, മമ്പാടല്ലേ പഠിക്കണ മോള്? അല്ല. ഇത് ചെറിയൊരു മാറ്റമുണ്ട്. ഇത് ആദ്യത്തെ ആളല്ല. ഒന്ന് ചേഞ്ച് ആയി ഞങ്ങള്. ഓക്കെ. അപ്പൊ എന്നാല് ഇതൊക്കെ അറിയാലോ, പരിപാടി കാണുന്ന ആളല്ലേ? ഓ, ഈസില്ലേ ചോദിക്കാലോ. അപ്പൊ എന്നാലേ നമുക്ക് ആദ്യത്തെ ചോദ്യത്തേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം ഇതാണ്. ഖുർആനില് ചില സൂറത്തുകളിൽ ചില അക്ഷരങ്ങൾ തീരെ വരാതായിട്ടുണ്ടാവാറുണ്ട്. അത്തരത്തിൽ ഫ എന്ന അക്ഷരം വരാത്ത ഒരു സൂറത്തുണ്ട്. ഫ എന്ന അക്ഷരം വരാത്ത സൂറത്ത് ഏതാണെന്നാണ് നമ്മുടെ ചോദ്യം. അതിന് ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻസ് ഞാൻ പറയാം. ഓപ്ഷൻ എ ഫാത്തിഹ, ഓപ്ഷൻ ബി ബക്കറ, ഓപ്ഷൻ സി മറിയം. ഓപ്ഷൻ സി മറിയം. ആ സൂറത്തില് ഫ എന്ന അക്ഷരം വരുന്നില്ല. അത് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഫാത്തിഹ, ഓപ്ഷൻ ബി ബക്കറ, ഓപ്ഷൻ സി മറിയം. എന്താ സൂറത്തിൽ മറിയമാണോ? സൂറത്തിൽ, അതായത് ആ സൂറത്തിൽ ഫ ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഓപ്ഷൻ എ ഫാത്തിഹ, ഓപ്ഷൻ ബി ബക്കറ, ഓപ്ഷൻ സി മറിയം. ഉറപ്പാണോ? ഇപ്പൊ ഒരു ഓപ്ഷന് പറഞ്ഞു കഴിഞ്ഞു, ഇപ്പൊ രണ്ടാമത്തെ ഓപ്ഷനാ പറഞ്ഞത്. അപ്പൊ ഞാൻ അത് ഫിക്സ് ചെയ്യട്ടെ.
ഓപ്ഷൻ ബി ബക്കറയാണ് പറഞ്ഞത്. അപ്പൊ ഇത്ത പറഞ്ഞ ഉത്തരം തെറ്റാണ്. മോൻ പറഞ്ഞ ഉത്തരം എന്നു ശരി. ഓന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഉത്തരം ഫാത്തിഹ എന്നല്ലോ. അതായത് ഞാൻ അതാ രണ്ടാമത് ഒന്നുകൂടെ പറഞ്ഞത്. എന്ത്? സൂറത്തിന്റെ അകത്ത് ഫ എന്ന അക്ഷരമില്ല. അങ്ങനെ ഞാനൊരു ക്ലൂ ആയിട്ട് പറഞ്ഞത് ഒന്നുകൂടെ ആലോചിച്ചോട്ടെ വിചാരിച്ചിട്ടാണ്. പക്ഷെ അപ്പോ ഉത്തരം തെറ്റിപ്പോയി. അതെ, സത്യം. അത് നമുക്ക് എല്ലാവർക്കും അറിയാൻ, കാണാതെ കുട്ടികൾ വരെ ഓതുന്ന സൂറത്താണ്. പക്ഷെ അതിൽ ഇങ്ങനെ ഒരു അറിവുണ്ട് എന്നുള്ളത് കിട്ടിയില്ലേ? അത് നമ്മളിപ്പോ ഇനി വെറുതെങ്കിലും കാണുന്ന പ്രേക്ഷകരാണെങ്കിലും ഒന്ന് ഓതി നോക്കും, ഇതിലെവിടെ ഇനി ഫ ഉണ്ടോ. അതെ, അപ്പൊ സത്യത്തില് ഞങ്ങൾ ഉദ്ദേശിക്കുന്നതും അതന്നെയാണ്. നമുക്ക് അറിയാവുന്നതായിരിക്കും, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാത്ത ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എന്നാ വലിയ അറിവുകൾ പ്രേക്ഷകർക്ക് കൊടുക്കുക. വെറും സമ്മാനം മാത്രമല്ല. അതെ, താങ്ക് യു. ആണല്ലേ? ഓക്കെ, ഒരുപാട് സന്തോഷം. ഓ, ഇനിയും വിളിക്കാലോ, അതിനൊന്നും കുഴപ്പമില്ല. അപ്പൊ ആദ്യത്തത് തെറ്റിന്ന് വെച്ചിട്ട് കുഴപ്പമില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത തവണ വിളിക്കുക. അപ്പൊ 3 ചോദ്യം ശരിയാക്കിയിട്ട് എന്താവാ വിന്നർ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ മോനോടൊരു സ്പെഷ്യലായിട്ട് ഒരു അഭിനന്ദനം അറിയിക്കുക. അവൻ പറഞ്ഞത് ശരിയായിരുന്നു. അപ്പൊ ഇനി എന്ത് ചെയ്യുക, അടുത്ത തവണ മോൻ പറയണതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ ഓക്കെ. മോന്റെ പേരെന്താ? ആഷിഖ്. ഓക്കെ, അപ്പൊ ആഷിഖിനോടൊന്ന് ഞങ്ങളെ കേരള വിഷന്റെ ഒരു അഭിനന്ദനം അറിയിക്കൂ. ഓക്കെ, അപ്പൊ ഇനി അടുത്ത തവണ വിളിക്കാം. ശരി എന്നാ. അപ്പൊ പ്രോഗ്രാം സ്ഥിരമായിട്ട് കാണാം. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ശരി എന്നാ, അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. കേരള വിഷൻ സിൻസിയർ ഹോം വേൾഡ് ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഷാഹിന, എടക്കര. ഓക്കെ, എന്തൊക്കെയാണ് വിശേഷം? നമ്മുടെ പരിപാടിയൊക്കെ കാണാറുണ്ടോ? പിന്നെ സമയത്തിന്റെ ഒരു പ്രശ്നം. പരിപാടിയെ കുറിച്ച് എന്താണ് അഭിപ്രായം? നല്ല പരിപാടിയാണോ? നല്ല പരിപാടിയാണ്. ഓരോരുത്തർക്കും നല്ല അറിവ് കിട്ടില്ലേ? അതെ അതെ അതെ. പിന്നെ മുന്നേ വിളിച്ചു നോക്കിയിട്ടുണ്ടോ? സമ്മാനം കിട്ടുകയോ അങ്ങനെ എന്താ ചെയ്തിട്ടുണ്ടോ? ആദ്യമായിട്ട് വിളിക്കാണ്. ഓക്കെ, അപ്പൊ എന്നാലും അറിയാലോ പരിപാടിന്റെ ഒരു ഫോർമാറ്റ് ഒക്കെ അറിയാലോ. ആദ്യം ഒരു ചോദ്യം, അതിനൊരു 3 ഓപ്ഷൻ ഉണ്ടാവും. രണ്ടാമത്തേനൊരു ക്ലൂ ഉണ്ടാവും. മൂന്നാമത്തതാണ് സമ്മാന ചോദ്യം. അപ്പൊ അതിന് ഓപ്ഷനും ക്ലൂ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ മാക്സിമം നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെ ചോദിക്കാം. അപ്പോ ആദ്യത്തെ ചോദ്യം, ഇതാണ്. സ്വർഗത്തിൽ പ്രവേശിക്കുന്ന 10 ജീവികളിൽ താഴെ പറയുന്നതിൽ നബി പറഞ്ഞത് ഏത് ജീവിയാണ്? സ്വർഗത്തിലേക്ക് കടക്കുന്ന ജീവികളെ കൂട്ടത്തിൽ നബി പ്രത്യേകമായിട്ട് പരാമർശിക്കപ്പെട്ട ഒരു ജീവിയുണ്ട്. ഞാൻ 3 ഓപ്ഷന് തരും. അപ്പൊ അതിൽ ഏത് ജീവിയാണ് എന്നുള്ളത് എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊന്ന് പറയാൻ നോക്കാം. ഓപ്ഷൻസ് ഇതാണ്: 1 ഒട്ടകം, 2 നായ, 3 തേനീച്ച. ഉറപ്പാണോ? അതായത് 1 ഒട്ടകം, 2 നായ, 3 തേനീച്ച. ഇത്തരം ഈ 3 ജീവികളെ കുറിച്ചിട്ടും പല സന്ദർഭങ്ങളിലായിട്ട് ഖുർആനിലും ഹദീസിലും പറയപ്പെട്ടിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്ന ജന്തു അഥവാ ജീവി എന്നുള്ള രീതിക്ക് റസൂൽ പരാമർശിച്ചത് ഏത് ജീവിയാണെന്നാണ് ചോദിച്ചത്. അപ്പൊ തേനീച്ചയാണ് പറഞ്ഞത്. അത് ഞാൻ ഫിക്സ് ചെയ്യട്ടെ. ഒട്ടകാണോ? ഓക്കെ, അപ്പൊ തേനീച്ച പറഞ്ഞ് ഇനി അതിൽ നിന്ന് ഒട്ടകത്തിലേക്കായി. ഇനി മാറാൻ പറ്റില്ല കേട്ടോ. അപ്പൊ ഞാൻ ഒട്ടകം ഫിക്സ് ചെയ്യണേ. ഓക്കെ, അപ്പൊ ഒട്ടകം എന്നുള്ളത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? മീൻസ് ഇത്ത എങ്ങനെ, എന്താ അത് പറയാൻ കാരണം? കേൾക്കാത്ത പോലെ. ഓക്കെ, അപ്പൊ ജീവികളെ കുറിച്ചൊക്കെ അറിയാം. ആദ്യം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു ജീവി കേട്ടിട്ടില്ലാത്ത പോലെ. അപ്പൊ ചില ആൾക്കാർക്കൊക്കെ ഇത് ഫെമിലിയർ ആയിരിക്കും. അപ്പോ
ഇത്ത അഥവാ ഈ ഉത്തരം തെറ്റിപ്പോവാണെങ്കിൽ വിഷമം വിചാരിക്കേണ്ട. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എന്താണ് പുതിയൊരു അറിവ് കിട്ടണു എന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ ഇത്ത പറഞ്ഞിട്ടുള്ള ഉത്തരം തെറ്റാണ്. ഒട്ടകമല്ല, ശരിക്കും നായയാണ്. അപ്പോൾ നായ എങ്ങനെ എന്നുള്ളൊരു ക്യൂരിയോസിറ്റി നമുക്ക് വരും. നായ പൊതുവെ നമുക്ക് ഹറാമായ ജീവിവർഗത്തിൽ പെട്ടതാണെന്നാണ് പറയാ. പക്ഷെ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് സൂറത്തുൽ കഹ്ഫിന്റെ കഥ അറിയാലോ. 7 ആളുകളും അതെ, അവരെ അനുഗമിച്ചിട്ടുണ്ടായി. അവർക്ക് കാവലിരുന്ന ഒരു നായയെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ നായ നമ്മുടെ എന്താ പറയാ മരണാനന്തര ജീവിതത്തിന് തെളിവായിട്ട് കാണിച്ചു തന്നിട്ടുള്ള ഒരു ദൃഷ്ടാന്താണ്. അപ്പൊ അവർക്ക് ആ ഗുഹാവാസികളായ ചെറുപ്പക്കാർക്ക് സംരക്ഷണത്തിന് വേണ്ടിയിട്ടുണ്ടായ ആ നായ എന്നുള്ള അടിസ്ഥാനത്തിലാണ് റസൂൽ ഈ ജീവിവർഗം അഥവാ ഈ നായ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ള ഒരു പരാമർശം നടത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയല്ലോ. ഓക്കെ, അപ്പോ എന്തായാലും വിളിച്ചതിന് ഒരുപാട് സന്തോഷം. അപ്പൊ ആദ്യത്തെ ചോദ്യമാണ്, തെറ്റിപ്പോയുന്നതിന് വിഷമമൊന്നും വിചാരിക്കേണ്ട. അപ്പൊ എന്ത് ചെയ്യാം, ഇനിയും വിളിക്കുക. അപ്പൊ ഇതേപോലെയുള്ള അറിവുകൾ ഇനിയും നേടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ അടുത്ത തവണ വിളിക്കുമ്പോൾ എന്ത് ചെയ്യാം, 3 ഉത്തരങ്ങളും ശരിയാക്കിയിട്ട് സമ്മാനം വാങ്ങാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഇൻഷാ അല്ലാ. അപ്പൊ അങ്ങനെ ആവട്ടെ. പേരെന്തേന്ന് പറഞ്ഞാൽ റഷീദ അല്ലേ? ഓ സോറി, ഷാഹിന. ഓക്കെ, സ്ഥലം എവിടെയെന്നു? എടക്കര. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. അപ്പൊ അടുത്ത തവണ എന്ത് ചെയ്യാ, വീണ്ടും വിളിക്കാം. ഓക്കെ, ഇനി വിളിക്കാൻ പറ്റില്ല. വിളിച്ച് നോക്കാം. പിന്നെ മിക്കവാറും എൻഗേജ്ഡ് ആയിരിക്കും. അപ്പൊ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ശ്രമിക്കാം. ഓക്കെ, ശരി എന്നാ. ഓക്കെ, അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. കേരള വിഷൻ റംസാൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ്? കോഴിക്കോട് സൈനബി. നല്ല പേരാണല്ലോ. അപ്പൊ എന്തൊക്കെയാണ് ഇത്ത വിശേഷങ്ങൾ? നോമ്പൊക്കെ ആയിട്ട് എങ്ങനെ പോണു? സുഖാണോ? ഓക്കെ, പിന്നെ കോഴിക്കോട് എവിടെയാണ് പ്രോപ്പറായിട്ട് സ്ഥലം? കല്ലായി. ആഹാ, നല്ല അടിപൊളി സ്ഥലാണല്ലോ. ഓ, ഞാൻ പഠിച്ചതൊക്കെ ഫറൂഖ് കോളേജിലാണ്. പിന്നെ ഫറൂഖാണ് ശരിക്കും പറയുമ്പോ എന്റെ നാടും. അപ്പൊ നമ്മളെ അയൽവാസികളായിട്ടോ. അപ്പൊ എന്തായാലും പരിപാടിയൊക്കെ അറിയാലോ, എങ്ങനെയാണ് പരിപാടിയുടെ ഒരു രീതിയൊക്കെ അറിയാലോ. ആണ്. അപ്പൊ ഇനിയിപ്പൊ വേഗം ഒരു ചോദ്യം ചോദിച്ചോളൂ, ഞാൻ കാത്തുക്കാണ് അല്ലേ? ഓക്കെ, അപ്പൊ എന്നാ ഞാന് അധികം നീട്ടണില്ല. അപ്പൊ വേഗം നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിലെ രാജസഭയിൽ ഏത് വകുപ്പാണ് കൈകാര്യം ചെയ്തിരുന്നത്? യൂസുഫ് നബിയുടെ കഥയൊക്കെ അറിയാലോ. അറിയാം. അപ്പൊ ഇതില് യൂസുഫ് നബി അവിടുത്തെ രാജസദസ്സിൽ രാജാവിന്റെ മന്ത്രിയായിട്ട് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഏത് വിഭാഗമാണ് യൂസുഫ് നബി കൈകാര്യം ചെയ്തത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഉണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ ആഭ്യന്തര വിഭാഗം, 2 ധനകാര്യ വിഭാഗം, 3 സേനാ വിഭാഗം. ധനകാര്യ വിഭാഗം ഉറപ്പാണോ? അഥവാ തെറ്റിപ്പോയാലോ? പിന്നെ 2 ചോദ്യം കൂടെ ശരിയാക്കിയാലല്ലേ സമ്മാനം കിട്ടുള്ളൂ. വിഷമാവോ? ആണെന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോ എന്നാ പിന്നെ പറഞ്ഞതല്ല, ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞതല്ല, നമുക്ക് എന്ത് ചെയ്യാം, അത് ഫിക്സ് ചെയ്യാം. ശരിയാണ്, ഉത്തരം ശരിയാണ്. ധനകാര്യ വകുപ്പാണ് അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോ ആദ്യത്തെ ചോദ്യം ശരിയാക്കിയിരിക്കുകയാണ്. പിന്നെ യൂസുഫ് നബിയുടെ കഥ അറിയാത്ത ആരും ഇല്ലല്ലോ അല്ലേ? അപ്പൊ ഇനി രണ്ടാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യവും 3ാമത്തെ ചോദ്യവും കൂടെ ശരിയാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തായി, സമ്മാനം റെഡിയായി. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻ ഉണ്ടാവില്ല കേട്ടോ, ജസ്റ്റ് ഒരു ക്ലൂ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോ ചോദ്യം ഇതാണ്, ഹാജറ ബീവിയുടെ ജന്മദേശം ഏതാണ്? അതെ, ബീവിയുടെ ജനന സ്ഥലം അഥവാ ജന്മനാട് എവിടെയാണ്?
ഇത് ക്ലൂ പറയുമ്പോൾ നമ്മുടെ ഒരു ഏഷ്യൻ രാജ്യമല്ല, നമ്മുടെ ഏഷ്യൻ വിഭാഗത്തിൽ വരുന്ന രാജ്യമല്ല. ഇനിയിപ്പോൾ പ്രദേശത്തിന്റെ പേര് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആ രാജ്യത്തിന്റെ പേര് പറഞ്ഞാലും മതി. ഈജിപ്ത് ആണോ? ഉറപ്പാണോ? തോന്നുന്നത്. എന്നാ പിന്നെ തോന്നലാക്കണ്ട, ഉത്തരം ശരിയാണ്, ഈജിപ്താണ്. അതില് ആ ഒരു പറഞ്ഞ ആ സാധനത്തിലുണ്ട് എന്ത്, ആ ഒരു പ്രതീക്ഷിക്കാതെ ഉത്തരം ശരിയായ ഒരു സന്തോഷം ഉണ്ടല്ലോ. അതെന്തായാലും നന്നായി. ആരെങ്കിലും ഹെൽപ്പ് ചെയ്തോണോ അല്ലെങ്കിൽ സ്വയം പറഞ്ഞതാണോ? എനിക്ക് ആരെയും ഹെൽപ്പിന്റെ ആവശ്യമൊന്നുമില്ല, എനിക്കിത് അറിയാം അല്ലെ. പിന്നെ അടുത്ത ആരാ ഉള്ളത് സംസാരിക്കുമ്പോ? ഹസ്ബൻഡ് ഉണ്ട്. ഹസ്ബൻഡ് എന്താണ് ജോലി? ഇപ്പൊ ഗൾഫിലായിരുന്നു. ഇപ്പോ സ്വസ്ഥമായിട്ട് ഇങ്ങനെ ഹാപ്പി ലൈഫ് ആസ്വദിക്കുന്നു. അതെ. അപ്പൊ ഇനി മൂന്നാമത്തെ ചോദ്യം കൂടെ ശരിയാക്കി കഴിഞ്ഞാല് അതിന് ആൻസറും കൂടെ ശരിയായാൽ എന്തായി, നമുക്ക് ഗിഫ്റ്റ് ഉണ്ടാവും. ഓക്കെ. അപ്പൊ മൂന്നാമത്തെ ചോദ്യം ഇതാണ്. പുരാതന കാലത്ത് കൻആൻ എന്നറിയപ്പെട്ടിരുന്ന അറബ് രാജ്യത്തിന്റെ ഇന്നത്തെ പേരെന്താണ്? കൻആൻ എന്നറിയപ്പെട്ടിരുന്ന പ്രദേശത്തിന് ഇന്ന് അറിയപ്പെടുന്ന പേരെന്താണ്? ഇത് നമ്മളെ സമ്മാന ചോദ്യമാണ്, ലാസ്റ്റ് ചോദ്യം. അപ്പൊ ഇതിന് ക്ലൂവോ ഓപ്ഷനോ ഉണ്ടാവില്ല. ഞാൻ അതാണ് ആദ്യം പറഞ്ഞത്. പറഞ്ഞത് ഏകദേശമൊക്കെ ക്ലിയർ ആണ്. പ്രവാചകന്റെ നാടാണ്, ഒരുപാട് കഥകൾ ഉള്ള സ്ഥലമാണ്. ഇസ്രായേൽ. ഓക്കെ. അപ്പൊ ഞാനത് ഉറപ്പിക്കട്ടെ? ഇസ്രായേൽ ഉറപ്പിക്കാണ്. ഇതാ ചെറിയൊരു വിഷമമുണ്ട് എനിക്ക്. ഇസ്രായേൽ അല്ല, ഇസ്രായേലുമായിട്ട് വളരെ അടുത്ത് കിടക്കുന്ന ഫലസ്തീനാണ് ഉത്തരം. അപ്പൊ ഇസ്രായേലിന് പറയുന്ന പേര് വേറെ ഉണ്ട്. അതെന്താന്ന് നമ്മുടെ കോൾ കട്ട് ചെയ്തതിന്റെ ശേഷം ഒന്ന് നോക്കാം. അപ്പൊ നമുക്ക് രണ്ടറിവായി. കൻആന്റെ പേര് ഫലസ്തീൻ ആണെങ്കിൽ ഇസ്രായേലിന്റെ പേര് എന്തായിരിക്കും എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോ ഇൻഷാ അല്ലാഹ് അടുത്ത തവണ വിളിക്കുമ്പോ എന്ത് ചെയ്യാ, മൂന്ന് ഉത്തരവും ശരിയാക്കിയിട്ട് സമ്മാനം വാങ്ങിക്കണം എന്താണെങ്കിലും. ഓക്കെ. അപ്പോൾ 2 എണ്ണം ശരിയാക്കി. മൂന്നാമത്തത് ജസ്റ്റ് മിസ്സാണ്. ഏകദേശം ഒരു 90% വരെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ചെറിയൊരു കൺഫ്യൂഷൻ കാരണമാണ് മിസ്സായത്. കുഴപ്പമില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത തവണ നേടിയെടുക്കാം. ഞാന് പിന്നെ ഇതാൻ അറിയിക്കാം എപ്പോഴാന്നുള്ളത്. ഓക്കെ. പിന്നെ ചാനലിൽ സ്ഥിരമായിട്ട് കണ്ടാൽ അതിന് താഴെ നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പൊ എന്തായാലും വിളിച്ചതിന് ഒരുപാട് സന്തോഷം. വിളിക്കാം. പരിപാടി സ്ഥിരമായിട്ട് കാണാം, ഇനിയും വിളിക്കാം. അപ്പൊ സമ്മാനം നേടാൻ വേണ്ടിയിട്ട് വീണ്ടും ശ്രമങ്ങൾ തുടരുക. ഓക്കെ. അപ്പൊ എന്തായാലും നോമ്പൊക്കെ നന്നായിട്ട് എടുത്തു വിട്ടാൻ സാധിക്കട്ടെ. അടുത്ത തവണ വീണ്ടും വിളിക്കുക. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. കേരള വിഷൻ സിൻസിയർ ഹോം വേൾഡ് റംസാൻ ടെലികിസിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കണത്? ഖമറുന്നീസ. എവിടെയാ സ്ഥലം? എടവണ്ണ. ഓക്കെ. മലപ്പുറത്ത് തന്നെ. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? ക്ഷീണുണ്ടോ നോമ്പായിട്ട്? ക്ഷീണം. ഇപ്പൊ രണ്ടാമത്തെ 10 കുട്ടികളെ 10 കഴിഞ്ഞു, ഇനി വലിയൊരു 10. അപ്പൊ കുറച്ച് ക്ഷീണൊക്കെ ഉണ്ടാവും അല്ലേ? ഓക്കെ. മുന്നേ പരിപാടിയിലേക്ക് വിളിച്ചിട്ടുണ്ടോ? പിന്നെ എന്താ വെച്ചാൽ നമുക്കേ ഒരുപാട് ആളുകൾ വിളിക്കുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, എൻഗേജ്ഡ് ആയി പോവും. പിന്നെ സമയം നമ്മൾ TV-യിൽ അറിയിക്കും. അപ്പൊ ആ സമയം നോക്കിയിട്ട് കറക്റ്റ് വിളിച്ചാൽ മതി. ഓക്കെ. അപ്പൊ എന്തായാലും ഇന്ന് കിട്ടിയപ്പോ സന്തോഷായില്ലേ? ഓക്കെ. അപ്പൊ എന്നാല് നമുക്ക് പരിപാടിയെ പറ്റിയിട്ടൊക്കെ അറിയാലോ. എത്ര ചോദ്യം ഉണ്ടാവും, എങ്ങനെയാണ് സമ്മാന ചോദ്യം, എങ്ങനെയൊക്കെ അറിയാലോ. കണ്ടിട്ടുണ്ട്. എന്നാ ഞാൻ ഒന്ന് ക്ലിയർ ചെയ്തുതരാം. ഒന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻസ് ഉണ്ടാവും 3 എണ്ണം. രണ്ടാമത്തെ ചോദ്യത്തിന് ഞാൻ ഒരു ക്ലൂ തരും.
മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷനും ക്ലൂ ഉണ്ടാവില്ല. അതും കൂടെ ശരിയാക്കി കഴിഞ്ഞാൽ എന്താവും? സിൻസിയർ ഹോം വേൾഡിന്റെ നല്ലൊരു ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. അപ്പൊ ഗിഫ്റ്റ് കിട്ടുമോ? ഒന്ന് വാങ്ങുമോ ഗിഫ്റ്റ്? നോക്കാം. ഇന്നിപ്പോ ഓൾറെഡി നമുക്ക് 2 വിജയികളുണ്ട്. ഇന്നത്തെ കോളില് 2 പേർക്ക് സമ്മാനം അടിച്ചിട്ടുണ്ട്. അപ്പൊ നോക്കാം നമുക്ക്. ഖമറുന്നീസ പറഞ്ഞ പേരിന്റെ അർത്ഥം എന്താ? ചന്ദ്രനെ പോലെ സുന്ദരമായ മുഖം ഉള്ളവൾ അല്ലേ? ഓക്കെ, അപ്പം ഗിഫ്റ്റ് ഒക്കെ കിട്ടിയെന്ന് പറയുമ്പോൾ മുഖമൊക്കെ നല്ല ഹാപ്പി ആവട്ടെ. നമുക്ക് എന്ത് ചെയ്യാം? ആദ്യത്തെ ചോദ്യത്തേക്ക് പോവാം. ആദ്യത്തേത് നിങ്ങൾ പറഞ്ഞതുകൊണ്ട് തന്നെ ഞാനൊരു സിമ്പിൾ ചോദ്യമാണ് ചോദിക്കുന്നത്. ചോദ്യം ഇതാണ്. സിമ്പിൾ ആയിരിക്കും, ടെൻഷനൊന്നും വേണ്ട കേട്ടോ. ചോദ്യം ഇതാണ്. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കപ്പൽ നങ്കൂരമിട്ടത് ഏത് പർവ്വതത്തിലാണ്? ഓപ്ഷൻസ് ഉണ്ട്. ജബൽ പർവ്വതം, ജൂതി പർവ്വതം, ഉഹദ് പർവ്വതം. ജൂതി ഉറപ്പാണോ? ഓക്കെ, അപ്പൊ പെട്ടെന്ന് തന്നെ പറഞ്ഞ സ്ഥിതിക്ക് അത് ഉറപ്പായിരിക്കും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ജൂതി പർവ്വതം എന്നാല് ഉറപ്പിക്കാം. ഉത്തരം ശരിയാണ്, ജൂതി പർവ്വതം. നൂഹ് നബിന്റെ കഥയൊക്കെ അറിയാലോ. പ്രളയത്തില് എല്ലാ ജീവിഭാഗത്തു നിന്നും ഓരോ ഇണകളെയും പിന്നെ പ്രവാചകനും കൂടെ വലിയൊരു പെട്ടകം എന്നാണ് പറയുന്നത് പണ്ട്, കപ്പൽ എന്നതിനേക്കാളും അല്ലെ. അങ്ങനെ ആ കപ്പല് നമ്മുടെ മനുഷ്യരുടെ ബാക്കി ജീവിതത്തിന് കൂടെ കാരണമായി എന്നാണ് ഖുർആനിൽ പറയപ്പെടുന്നത്. അപ്പൊ എന്തായാലും ജൂതി പർവ്വതം എന്നുള്ള ഉത്തരം ശരിയാണ്. ഉത്തരം ശരിയാക്കിയിരിക്കും. ഇനി 2 ചോദ്യം കൂടെ ഉണ്ട്. അതിനും കൂടെ ശരിയാക്കി കഴിഞ്ഞാൽ എന്തായി? ഗിഫ്റ്റായി. ഓക്കെ, അപ്പോ രണ്ടാമത്തെ ചോദ്യത്തിന് എന്തുണ്ടാവില്ല? ഓപ്ഷൻസ് ആയിട്ട് ഇങ്ങനെ 3 ഞാൻ തരില്ല. ചെറിയ എന്തെങ്കിലും ക്ലൂ മാത്രമേ ഞാൻ തരുള്ളൂ. അതെ, പ്രായം അറിവ് കൂടണം എന്നാണ്. പ്രായം, അതായത് നമ്മളെക്കാളും കൂടുതലായിട്ട് അറിവുള്ള ആൾക്കാരായിരിക്കും പ്രായമുള്ള ആൾക്കാർ അല്ലെ? അങ്ങനെയല്ല ഉണ്ടാവുക. പ്രത്യേകിച്ചും ഇങ്ങനെ ഇസ്ലാമിക് ചരിത്രങ്ങളും പിന്നെ ഖുറാനെ കുറിച്ചൊക്കെ എൻ്റെ വീട്ടിലൊക്കെ സത്യം എനിക്ക് പല കഥകളൊക്കെ പറഞ്ഞു തരാറുള്ളത് എൻ്റെ ഉമ്മാൻ്റെ ഉമ്മയും ഒക്കെയാണ്. കാരണം പല കഥകളൊക്കെ നമ്മൾ പഠിച്ചതിനേക്കാളും ഇങ്ങനെ നിങ്ങളെപ്പോലുള്ള വല്യമ്മമാരൊക്കെ പറഞ്ഞിരുന്ന കഥകളാണ് നമുക്ക് കൂടുതൽ ഓർമ്മ ഉണ്ടാവുക. ആയിക്കോട്ടെ, അപ്പൊ എന്നാലും വേണ്ടില്ല, നമുക്ക് എന്ത് ചെയ്യാം? രണ്ടാമത്തെ ചോദ്യത്തേക്ക് പോവാം. ചോദ്യം ഇതാണ്. ദുന്നുറൈൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഖലീഫ ആരാണ്? ഉറപ്പാണോ? എന്താണ് ദുന്നുറൈന്റെ അർത്ഥം മലയാളത്തിൽ പറയുകയാണെങ്കിൽ? ഇരട്ട പ്രകാശത്തിന്റെ ഉടമ. അപ്പൊ ഈ പ്രകാശങ്ങൾ എന്താന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലെ? ഇനിയിപ്പോ ഞാൻ അതിനെ കുറിച്ച് ഒന്നും ചോദിക്കേണ്ട, ക്ലിയർ ആണ്. അതെ, എനിക്കിനി ഒന്നും പറയാനില്ല. ഉത്തരം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. അപ്പോ പറഞ്ഞ ഉത്തരം ശരിയാണ്. ദുന്നുറൈൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ 2 പുത്രിമാരെ, ആദ്യം റുഖ്യ ബീവിനെയും പിന്നെ ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹയും കല്യാണം കഴിച്ച, അപ്പോൾ നബിയുടെ ആ ദിവ്യ പ്രകാശം പോലെയുള്ള 2 മക്കളെ വിവാഹം ചെയ്ത ആള്. അപ്പോൾ വളരെ പുണ്യമാക്കപ്പെട്ട ആ ഖലീഫയെ കുറിച്ചിട്ടാണ് നമ്മൾ രണ്ടാമത്തെ ചോദ്യം ചോദിച്ചത്. ഇനി മൂന്നാമത്തെ ചോദ്യം ഇതിന് ഞാൻ ഹെൽപ്പ് അല്ലെങ്കിൽ ഇപ്പം എൻ്റെ ഹെൽപ്പൊന്നും നിങ്ങൾക്ക് വേണ്ടെന്ന് അറിയാം, എന്നാലും ഞാൻ പറയാണ്. മൂന്നാമത്തതിന് ഓപ്ഷനോ ക്ലൂ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്നെ ക്ലിയർ ആയിട്ടൊന്ന് പറയാൻ ശ്രമിച്ചാൽ മതി. ആരെങ്കിലും ഉണ്ടോ അടുത്ത് ഹെൽപ്പ് ചെയ്യാനായിട്ട്? കുഴപ്പമില്ല, എന്നാലും വേണ്ടില്ല, നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമം ശ്രമിക്കാം. ചോദ്യം ഇതാണ്. എളുപ്പമുള്ളതാവണേ അല്ലേ? ഓക്കെ, ഞാനീ തന്നൊക്കെ എളുപ്പമുള്ളതല്ലേ? 2 എളുപ്പമാണ്. അപ്പൊ മൂന്നാമത്തെ ചോദ്യം ഇതാണ്. ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാത്ത ബദരീങ്ങളിൽ പെട്ട സ്വഹാബി ആരാണ്? പങ്കെടുക്കാതെ ബദരീങ്ങളിൽ പെട്ട സ്വഹാബി ആരാണ്? ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആൾക്കാരെയാണല്ലോ നമ്മള് ബദരീങ്ങൾ എന്ന് പറയാ. പക്ഷേ അതാണ് ഈ ചോദ്യം. അതാണ്. അപ്പൊ അഥവാ ഇത്തരം തെറ്റിപ്പോയാലും ഇങ്ങനെ ഒരു ചോദ്യത്തിന് ഒരു ആൻസർ നിങ്ങൾക്ക് കിട്ടും. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടാവുക? ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാതെ എങ്ങനെയാണ് ഒരാൾക്ക് ബദരീങ്ങൾ എന്നുള്ള സ്ഥാനപ്പേര് റസൂൽ കൽപ്പിച്ചു കൊടുക്കുക? അപ്പം അതിന് മാത്രം എന്തായിരിക്കും
ആ ആള് ചെയ്തിട്ടുണ്ടാവും. കേട്ടിട്ടില്ല അങ്ങനെ ചരിത്രം. കേട്ടിട്ടില്ല. എന്നാലും ഒന്ന് ആലോചിച്ച് നോക്കൂ ആരായിരിക്കും എന്നുള്ളത്. ബദ്രീങ്ങളിൽ പങ്കെടുക്കാതെ ബദരീങ്ങളായി അറിയപ്പെടുന്ന സ്വഹാബി. എന്തെങ്കിലും ഒരു ചെറിയൊരു ക്ലൂ മതിയോ? ഇതിന് ക്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ ഇതിന് ക്ലൂ തരാൻ പറ്റൂല. അവസാനത്തെ ചോദ്യം ആയതുകൊണ്ട് ഇതിന് ഓപ്ഷനും ക്ലൂ ഇല്ല. പക്ഷെ എന്നാലും സ്വഹാബിമാരുടെ കൂട്ടത്തിൽ റസൂലുമായിട്ട് അടുപ്പുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. സ്വഹാബിമാരുടെ കൂട്ടത്തിൽ ഒരുപാട് കഥകളൊക്കെ ഇദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റൂൾസിന് അഗെയിൻസ്റ്റ് ആണ്. പങ്കെടുക്കാതെ ബദ്രീങ്ങൾ എന്ന പേര് ആർക്കാണ്? ഒരു പിടുത്തവും ഇല്ല. ഇടക്ക് നോക്കട്ടെ. പെട്ടെന്ന് നോക്കണേ, ഒരു സെക്കൻഡും കൂടെ. അല്ല, സ്വഹാബിയാണ്. ഖലീഫയൊന്നും ആയിട്ടില്ല. പ്രവാചകന്റെ അനുചരന്മാരിൽ പെട്ട ഒരാള്. ആരാണ്? ഉറപ്പാണോ? ആണോന്ന് ഉറപ്പിക്കട്ടെ ഞാൻ എന്നാല്. അപ്പോ താക്ക് എന്തായാലും ഡൗട്ടാന്ന് അറിയാം. അപ്പൊ ഉത്തരം ശരിയല്ല, ഉത്തരം തെറ്റിപ്പോയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ എന്നാല് ക്ലിയർ ആയിട്ടുള്ള ഉത്തരം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ്. കേട്ടിട്ടില്ല അല്ലെ? സംഭവം ഇത്രേ ഉള്ളൂ. പിന്നെ റുഖ്യ ബീവി, പ്രവാചകന്റെ ഭാര്യ റുഖ്യ ബീവിക്ക് സുഖമില്ലാണ്ടായിരിക്കുന്ന സമയമാണ്. അപ്പൊ ആ സമയത്ത് പ്രവാചകന് യുദ്ധത്തിൽ പങ്കെടുത്തേ പറ്റുള്ളൂ. അപ്പൊ അദ്ദേഹം എന്ത് തീരുമാനിച്ചു? പ്രാർത്ഥിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ സ്വഹാബിമാരിൽ ഒരാളായിട്ടുള്ള ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ ഈ രോഗിയായിട്ടുള്ള ഭാര്യയെ പരിചരിക്കാൻ വീട്ടിൽ നിർത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, പ്രവാചകനെ, എനിക്ക് ഈ യുദ്ധത്തിൽ പങ്കെടുത്തേ പറ്റുള്ളൂ, എനിക്കതിൽ അള്ളാഹുവിൻ്റെ പൊരുത്തം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ റസൂലാണ് പറഞ്ഞത് എന്ത്, ഇങ്ങനെ നീ വന്നിട്ടില്ലെങ്കിലും ബദരീങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ ശ്രേഷ്ഠതകളും നിനക്ക് ഈ ഒരു കർമ്മം കൊണ്ട് ലഭിക്കും. അപ്പോൾ ബദരീങ്ങളിൽ പെട്ട ഒരാൾ തന്നെ ആയിരിക്കും നീ എന്നുള്ള രീതിക്ക് റസൂൽ പറഞ്ഞു എന്നുള്ളതാണ് ചരിത്രം. അപ്പൊ അങ്ങനെയാണ് ബദരീ. അപ്പോൾ നമ്മൾ പരിപാടിയിൽ ഇതേപോലെ നമ്മൾ എന്താ പറയുക, ഇപ്പൊ കഴിഞ്ഞ കോളർ വിളിച്ചപ്പോൾ ഇല്ലാത്തൊരു സൂറത്ത് ഫാത്തിഹ ആണെന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് ഭയങ്കര അത്ഭുതമായി. അപ്പൊ ഇതേപോലെ നമ്മൾ ചില കാര്യങ്ങൾ നമുക്ക് പുതിയ അറിവായിരിക്കും. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഓക്കെ, അപ്പൊ എന്തായാലും 2 ശരിയാക്കി. മൂന്നാമത്തതിലാണ് ചെറിയൊരു, അത് എല്ലാവർക്കും ഒന്നും അറിയണം എന്നില്ലല്ലോ. അപ്പൊ അതിന്റെ ഒരു പ്രശ്നമാണ്. ഉണ്ടാവില്ല അല്ലെ? അപ്പൊ ചിലത് അറിവ് അങ്ങനെ ആണല്ലോ നമുക്ക്. ആണല്ലേ? ഇൻഷാ അല്ലാഹ് കുഴപ്പമില്ല. ഇനിയും 10-20 ദിവസം ഉണ്ടല്ലോ. നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും വിളിക്കാം, ഇഷ്ടം പോലെ വിളിക്കാം. അത് സമയം ചാനലില് താഴെ സ്ക്രോള് പോകും. നിങ്ങൾ എപ്പോഴാണ് ടെലികിസിലേക്ക് വിളിക്കേണ്ടത് എന്നുള്ളത് സമയം ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് വിളിച്ചാൽ മതി. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനലില് ടെലികിസ് നമ്മൾ എന്ത് ചെയ്യും, അപ്ലോഡ് ചെയ്യും. അപ്പൊ അതിന്റെ താഴെ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും എപ്പോഴാണ് വിളിക്കേണ്ടത് എന്നുള്ളത്. കമന്റിൽ നോക്കിയാൽ മതി. ഇത്ത വിളിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. നമുക്ക് സമ്മാനം വാങ്ങണം എന്നുള്ള ഒരു ഇതായില്ലേ ഇപ്പൊ. അത് കിട്ടുന്ന ഒരു പ്രതീക്ഷ, ചോദ്യം പ്രതീക്ഷിച്ചില്ല. അങ്ങനെയാണോ? ഇൻഷാ അല്ലാഹ് അപ്പൊ അടുത്ത പ്രാവശ്യം നമുക്ക് എന്താവാം, എന്തായാലും സമ്മാനം വാങ്ങണം. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. അടുത്ത പ്രാവശ്യം എന്തായാലും നമുക്ക് സമ്മാനം വാങ്ങണം. അപ്പൊ കുഴപ്പമില്ല. ഇനിയിപ്പോ നമുക്ക് ക്ലാസ്സിനൊക്കെ പോകുമ്പോഴേ നമുക്ക് ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കാലോ, ആരാണ് ഇങ്ങനെ ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാത്ത ബദരീങ്ങൾ. അപ്പൊ ചോദിച്ചു നോക്കാം. അപ്പൊ നമുക്ക് പുതിയൊരു അറിവും കൂടെ കിട്ടിയില്ലേ. സമ്മാനം കിട്ടിയില്ലെങ്കിൽ എന്താ, അറിവ് വർദ്ധിപ്പിക്കാൻ പറ്റില്ലേ? അത്രേ ഉള്ളൂ. അപ്പൊ ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം എന്തായാലും വിളിക്കുക. അപ്പൊ ഒരുപാട് സന്തോഷമായി, വിളിച്ച് കുറെ നേരം സംസാരിക്കാൻ പറ്റി. അപ്പൊ എന്തായാലും അടുത്ത പ്രാവശ്യം വിളിച്ചിട്ട് സമ്മാനം വാങ്ങാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇനി എന്തായാലും വിളിച്ചതിൽ സന്തോഷം. അടുത്ത തവണ വിളിക്കുക. അസ്സലാമു അലൈക്കും. കേരള വിഷൻ സിൻസിയർ ഹോം വേൾഡ്
ഇസ്ലാമിക് ക്വിസിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് നമുക്ക് 2 വിജയികളാണ് ഉണ്ടായിട്ടുള്ളത്. ഒരുപാട് പേര് ഇപ്പോഴും നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിളിച്ച ആളുകൾ വീണ്ടും എന്ത് ചെയ്യുക, ട്രൈ ചെയ്യുക. സമ്മാനം കിട്ടാത്തവർ ഒരിക്കലും വിഷമിക്കേണ്ട. അതിനേക്കാൾ മൂല്യമേറിയ ഒരുപാട് അറിവുകൾ ലഭിച്ചിട്ടാണ് അവർ കോൾ വൈൻഡപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.